ഹലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ 3 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 7 മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ മെയിൻലി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടലിൻ്റെ റിഫ്ലക്ഷൻ എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്? അപ്പോൾ ടോട്ടലിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയഗ്രാം കണ്ടിട്ടുണ്ട്. എന്താണ്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വരുന്നു, എന്ത് ചെയ്യണം? അത് തിരിച്ച് ഡെൻസർ മീഡിയത്തിലൂടെ തന്നെ ബൗൺസ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നത് അത്രയേ ഉള്ളൂ. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യണം. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിയും ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. ഇതാണ് 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കാര്യം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാനോ മെറ്റീരിയൽ ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നാനോ മെറ്റീരിയൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താൽ നല്ലൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്, അതുപോലെ തന്നെ യങ്സ് മോഡുലസ് കൂടുതലാണ്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് ഗ്രാഫീൻസിൻ്റെയും അതുപോലെ തന്നെ കാർബൺ നാനോ ട്യൂബിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ചെയ്താനാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ഉണ്ട് സ്പോണ്ടേനിയസ് എമിഷൻ എന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പോൾ ഒരു ആറ്റം അതിൻ്റെ ഹൈ എനർജി ലെവലിൽ നിന്ന് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞത് ലോ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യണം. എങ്ങനെ? ഒരു എനർജി സ്വീകരിച്ചിട്ട്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഒരു ഫോട്ടോൺസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇതിനെയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയാം. അതേസമയം സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് ഒരാറ്റം ഹൈ എനർജി ലെവലിൽ നിന്ന് എന്ത് ചെയ്യുക, ലോ എനർജി ലെവലിലോട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ട്രാവൽ ചെയ്യുക. അതായത് യാതൊരു എനർജിൻ്റെയും സഹായം ഇല്ലാതെ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുക. കൂടെ എന്ത് ചെയ്യും? ഒരു ഫോട്ടോണിൻ്റെ എമിഷൻ നടക്കും. ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ ട്രാൻസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എന്തായിരിക്കണം? ബയാസ്ഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒന്നെങ്കിൽ റിവേഴ്സ് ബയാസിൽ കണക്റ്റഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഫോർവേഡ് ബയാസിൽ കണക്റ്റഡ് ആയിരിക്കണം. ഇനി അവിടെ ഒരു കറക്റ്റഡായിട്ടൊരു പോയിൻ്റ് പറയേണ്ടത് എന്താണ്? കളക്ടർ കറൻറ്റ് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കണം? ബേസ് കറൻറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കറൻറ്റ് ഇൻക്രീസ് ചെയ്യും എന്ന് പറയും. അതായത് ഡി സി കറൻറ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? എ സി കറൻറ്റിലോട്ട് കൺവേർട്ട് ആവും. അങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചെറിയൊരു ഇവിടെ എഴുതിയിട്ടുണ്ടാകും. അതായത് പ്രോപ്പർലി ബയാസ്ഡ് ആണ്, കളക്ടർ കറൻറ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബേസ് കറൻറ്റ്, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ ആംപ്ലിഫയർ എഴുതിയിട്ടുണ്ടാവും ഇവിടെ ചെറിയ രീതിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. സാധാരണ 3 മാർക്കിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ അതിൻ്റെ കൺസെപ്റ്റ് കയ്യിൽ ഓർത്തിരിക്കുക. പിന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻലി ചെയ്യേണ്ട കാര്യം, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ആക്സെപ്റ്ററാണ്. അതുപോലെ തന്നെ ഇവിടെ എനർജി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതുപോലെ തന്നെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോണറാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറയാം. ഈ 3 പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരാൻ പറയാറുണ്ട്. ലേസറിൻ്റെ ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് നോട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. മോണോക്രോമാറ്റിക് ആണ്, ഹൈ ഇൻറ്റൻസിറ്റി ആണ്, ലോ ഡൈവേർജൻസ് ആണ്, അതുപോലെ തന്നെ കൊഹറൻ്റ് ആണെന്നുള്ള 4 പോയിൻറ്റ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കാരണം സാധാരണ 3 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു താഴെ വേറെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് എന്ന് നോക്കാം.
അപ്പോൾ സാധാരണ ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് അതിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് 2 ലെൻസുകളുണ്ടാവും. ഒന്ന് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും, കുറച്ച് ചെറിയ ഫോക്കൽ ലെങ്ത് ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പിൾ. L1 എന്ന ലെൻസിന് എന്തായിരിക്കും, അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും എന്ന് പറയാം. അതേസമയം L2 ആണെങ്കിൽ എന്തായിരിക്കും, വിർച്വൽ ആണ്, എൻലാർജ്ഡ് ആണ്, അതുപോലെ തന്നെ വിർച്വൽ ഇമേജ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് പറയാം ഇറക്റ്റഡ് ആണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിൽ പറയാനുള്ളതാണ്, 2 ലെൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 ലെൻസിൻ്റെയും ഫോക്കൽ ലെങ്ത്തിൻ്റെ സമ്മാണ് നമ്മൾ എടുക്കുക. അതായത് ഡിസ്റ്റൻസ് D എന്ന് പറയുന്നതാണ് F1 + F2 ആയിരിക്കും. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൽ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിൻ്റ്, മൂന്നാമത്തെ പോയിൻ്റ് ഡയഗ്രാം, പിന്നെ അതിൻ്റെ താഴെയുള്ള പോയിൻ്റ് ആൻഡ് ലാസ്റ്റ് പോയിൻ്റ്. ഇത്രക്കും കാര്യങ്ങൾ എന്തായിരിക്കണം, അത് കറക്റ്റഡായിട്ട് പറഞ്ഞിരിക്കണം. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. എന്താണ് ഒരു കൺവേർജിങ് ലെൻസ്? കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇമേജ് എന്താണ്, ഒബ്ജക്റ്റിനെക്കാട്ടിയും ട്വൈസാണ് സൈസ്. അതായത് ഒബ്ജക്റ്റിനെക്കാട്ടിയും ഇരട്ടിയാണ് എന്ത് സൈസ്. അതിൻ്റെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇമേജിൻ്റെ സൈസ് തന്നെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 72 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താണ്, അതുപോലെ തന്നെ പവർ എന്താണ്. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ പറയാം, ഒബ്ജക്റ്റിനെക്കാട്ടിയും ട്വൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഗ്നിഫിക്കേഷനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഇനി 72 എന്ന് പറയുന്നത് ഇമേജിൻ്റെ സൈസാണ്, അതിന് നമുക്ക് V എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ M=V/U ആണെങ്കിൽ മാഗ്നിഫിക്കേഷന് 2 എന്ന് കൊടുക്കുന്നു, V/U എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്കൊന്ന് റീറൈറ്റിംഗ് ചെയ്യാൻ പറ്റും. എന്താണ്, U=V/2 എന്ന് കൊടുക്കാൻ പറ്റും. അതായത് ഹരിക്കണം, പിന്നെ യുവിനെ എന്ത് ചെയ്യണം, അപ്പുറത്തോട്ട് കൊണ്ടുവരിക, അതുപോലെ തന്നെ 2നെ ഹരിക്കണം എന്നാക്കുക. അപ്പോൾ V/2 എന്നാവും. വിൻ്റെ വാല്യൂ നമുക്കറിയാം 72/2. 72ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസ് പിന്നെ സൈസ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, 36 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ഇക്വേഷൻ. എന്താണ്, UV മെത്തേഡ് ഉണ്ടല്ലേ, UV/U+V. അതിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി അതിനെ നമുക്ക് എന്താണ് മീറ്റർക്ക് ആക്കുകയാണെങ്കിൽ 0.24 എന്നാവും. ഇനി പവർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, പവർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പവറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.17 യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, സ്കെച്ച് ദി ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ. 2 കേസ് തന്നിട്ടുണ്ട്. ബിയോണ്ട് 2F1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബിറ്റ്വീൻ F1 ആൻഡ് 2F1 തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നേച്ചർ ഓഫ് ദി ഇമേജ് ഡിസ്കസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ബിയോണ്ട് 2F1ൻ്റെ ഡയഗ്രാം സ്കെച്ച് ചെയ്യണം. ബിയോണ്ട് 2F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2F1ന് കുറച്ച് ഇപ്പുറത്ത് 2F1 എത്തി വെച്ചാൽ ഇല്ല, അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള പോയിന്റിലാണ് നമ്മൾ ബിയോണ്ട് 2F1 എന്ന് പറയാം. അവിടെയാണെങ്കിൽ എന്തായിരിക്കും, ഇമേജിൻ്റെ
പൊസിഷൻ എന്ന് പറയുന്നത് F2-ൻ്റെയും 2F2-ൻ്റെയും ബിറ്റ്വീനിലായിരിക്കും. നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. സൈസ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ആയിരിക്കും എന്ന് പറയാം. ഇനി ബിറ്റ്വീൻ 2F1 ആൻഡ് F1 ആണെങ്കിൽ എന്തായിരിക്കും? F1-ൻ്റെയും 2F1-ൻ്റെയും ബിറ്റ്വീനിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് 2F2 കഴിഞ്ഞിട്ടുള്ള പോയിന്റിലായിരിക്കും. അത് നമ്മൾ ബിയോണ്ട് 2F1 എന്ന് പറയും. നേച്ചർ റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. സൈസ് എന്ന് പറയുന്നത് മാഗ്നിഫൈഡ് ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഫസ്റ്റത്തെ രണ്ട് കേസിലെന്ന് പറയുന്നത് കേസിൽ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. മൂന്നാമത്തെ കേസ് എത്തുമ്പോൾ സെയിം ആയി. പിന്നെ അങ്ങോട്ട് 4 തൊട്ട് 6 വരെ എന്താണ്? ലാർജർ ദാൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നേച്ചർ പറയുകയാണെങ്കിൽ 1 തൊട്ട് 5 വരെ എന്താണ്? റിയൽ ആണ്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്. 6ാമത്തെ കേസിൽ മാത്രം എന്ത് ചെയ്യുന്നു? വിർച്വലായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇനി ഇതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒപ്റ്റിക് ഫൈബർ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിക് ഫൈബർ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കേസാണ്. എന്താണ് ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുന്നത്? എന്ത് ചെയ്യണം? അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ അതിൻ്റെ 3 ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ നമുക്ക് കോട്ടിങ് വരക്കാൻ അറിയണം, അതിൻ്റെ ഉള്ളിലുള്ള ക്ലാഡിങ് വരക്കാൻ അറിയണം, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള കോറും എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക് ഫൈബറിൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ടാണ്. ക്ലാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിൻ്റെ എന്താണ്? ഔട്ടർ ലെയറാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലാഡിങ് എന്താണ്? ഒരു കോറിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി കോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ഔട്ടർ ലെയറാണ്. ഏറ്റവും പുറമേയുള്ള ലെയറിനെ നമ്മൾ എന്താ പറയുക? കോട്ടിംഗ് എന്ന് പറയാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒപ്റ്റിക് ഫൈബറിൽ നിങ്ങൾക്ക് ഒറ്റ പോയിൻറ്റും ഇതിൽ എന്ത് ചെയ്യാനില്ല, ചുരുക്കാനില്ല. ഇതുപോലെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നും ഒഴിവാക്കരുത്. ഒരു പോയിൻ്റ് പോലും മിസ് ചെയ്യാൻ പാടില്ല. ഇനി ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? ലൈറ്റ് സിഗ്നൽസ് പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, സൗണ്ട് സിഗ്നൽസ് പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, ഡെക്കറേറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി ലാസ്റ്റ് വരുമ്പോൾ എന്താണ്? ഹീലിയം നിയോൺ ലേസറും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ദി ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ലോസ് പറയാനുണ്ട്. അപ്പോൾ ലേസർ പറയണം, അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതിൻ്റെ ലോസും പറയണം. ആദ്യം ലേസറിൻ്റെ കേസ് പറയാം. ലേസറിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കണം. അതായത് ഡംബൽ പോലുള്ളൊരു ഗ്ലാസ് ട്യൂബ്. ഇതിലൊരു സൈഡിൽ എന്താണ്? കംപ്ലീറ്റ്ലി സിൽവേർഡ് ആയിട്ടുള്ളൊരു മിറർ ഉണ്ട്. ഒരു സൈഡിൽ പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിറർ ഉണ്ട്. ഉള്ളിൽ ഹീലിയം നിയോൺ ലേസർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2 ചാർജുകൾ ക്യാരി ചെയ്യുന്ന 2 ടെർമിനൽസ് ഉണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹീലിയം ആറ്റം എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഹീലിയം ആറ്റം അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ലെവലിലോട്ട് അല്ലെങ്കിൽ ലോ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് ഹീലിയം ആറ്റം മൂവ് ചെയ്യും. എന്നിട്ട് ഈ ഹയർ ലെവലിലെത്തിയ ഹീലിയം ആറ്റം എന്ത് ചെയ്യും? നിയോൺ ആറ്റമായിട്ട് എന്ത് ചെയ്യും? കൂടിച്ചേരും. നിയോൺ ആറ്റമായിട്ട് കൂടിച്ചേർന്ന ശേഷം എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? ഈ ഹീലിയം ആറ്റം തിരിച്ച് ലോ എനർജി ലെവലിലോട്ട് തന്നെ മൂവ് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? അവിടുന്ന് എനർജി റിലീസ് ചെയ്യും.
ഈ റിലീസ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി സിൽവേർഡ് ആയിട്ടുള്ള മിററിൽ പോയിട്ട് അതിൽ നിന്ന് തട്ടി ബൗൺസ് ചെയ്ത് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിററിലൂടെ എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഹീലിയം ലിയോൺ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും കറക്റ്റായിട്ട് പഠിക്കുക. ഇതിൽ ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണ്, അതായത് ഒരു ഹീലിയം ലിയോൺ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഗ്യാസിൻ്റെ ആണ് പറയുന്നത്. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഹീലിയം നിയോൺ ഗ്യാസിൻ്റെ ഒരു മിക്സർ ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹീലിയം ആറ്റം എനർജി ഹയർ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹയർ എനർജി ലെവലിൽ എത്തിയ ഹീലിയം ആറ്റം എന്ത് ചെയ്യും? നിയോൺ ആറ്റമായിട്ട് കൂടിച്ചേരും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്പോണ്ടേനിയസ്ലി എമിറ്റ് ചെയ്യും ഫോട്ടോൺസ്. അപ്പോൾ എന്ത് ചെയ്യും? റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്? മിററിലൂടെ, അതായത് കംപ്ലീറ്റ്ലി സിൽവേർഡ് ആയിട്ടുള്ള മിററിൽ തട്ടിയിട്ട് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിററിലൂടെ പുറത്തോട്ട് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആണ്, മോണോക്രോമാറ്റിക് ആണ്, കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. കാരണം ഹീലിയം നിയോൺ ലേസറിൽ നിങ്ങൾക്ക് ഡയഗ്രാം മസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷന് വർക്കിംഗ് ആണ്. പിന്നുള്ള ഈ 4 പോയിൻറ്റുകൾ, അത് മൊത്തം 1 2 3 4 5 പോയിൻ്റ് ഉണ്ടാവും. ഇതിൽ ഒന്നാമത്തെ പോയിൻ്റ് വെച്ച് ബാക്കിയുള്ള 4 പോയിൻ്റ് അതിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ വർക്കിങ്ങിൽ എന്ത് ചെയ്യരുത്? ഒന്നുപോലും മിസ്സായി ചെയ്യാൻ പാടില്ല. വളരെ കറക്റ്റഡായിട്ട് ചുരുക്കി പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും എടുത്ത് ഒഴിവാക്കരുത്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജുകളും എന്ത് ചെയ്യരുത്? പിന്നെ മിസ് ചെയ്യാൻ പാടില്ല. ഡയഗ്രാം മസ്റ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതണം. അതുപോലെ തന്നെ ലോസും പറയണം. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞിരുന്നു, ഒരു മെറ്റൽ പ്ലേറ്റിൽ ഒരു ലൈറ്റ് വന്ന് തട്ടുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഐൻസ്റ്റീൻ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ E=hν എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളതിനെ മോഡറേറ്റ് ചെയ്ത് കണ്ട് പറഞ്ഞിരുന്നു hc/λ എന്ന് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയാം. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആണെന്ന് പറയാം. അപ്പോൾ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ആണെന്ന് പറയണമെങ്കിൽ മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആവുള്ളൂ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. മിനിമം ഫ്രീക്വൻസിയിലെങ്കിലും ലൈറ്റ് വന്നാലേ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തുള്ളൂ, അതായത് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിൻ്റെ പ്രൊഡക്ഷനും കൂടും. ഇതാണ് പറയുന്നത്. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ്? ഒന്നും പേടിക്കണ്ട. എന്താണ്? ടൈം ലാഗ് വരാൻ പാടില്ല. നോ ടൈം ലാഗ് എന്ന് എഴുതുക. അതായത് ടൈം ലാഗ് വരാൻ പാടില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് ആണെന്ന് പറയുന്നത്. നോ ടൈം ലാഗ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് ആണെന്ന് പറയാനുള്ള കാരണം ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ഇതിൻ്റെയും ഇടയിൽ ബിറ്റ്വീനിൽ എന്തുണ്ടാകാൻ പാടില്ല? ടൈം ലാഗ് വരാൻ പാടില്ല.
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒരു ഇൻസ്റ്റൻറ്റീനിയസ് പ്രോസസ്സാണെന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് രണ്ടാമത്തെ യൂണിറ്റ് എന്നും മൂന്നാമത്തെ യൂണിറ്റ് എന്നും പറയാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് എന്നും നാലാമത്തെ യൂണിറ്റ് എന്നും പറയാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ യൂണിറ്റിൽ ലെൻസിൻ്റെ ഡിഫക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചേ ഉള്ളൂ ലെൻസിൻ്റെ ഡിഫക്റ്റൊക്കെ. അപ്പോൾ അതിൻ്റെ ഡയഗ്രാംസ് അതുപോലെ തന്നെ അതിൻ്റെ 3-4 പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്.